ദിവസങ്ങളായി ഞാനിത് സംശയിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അലക്സാണ്ടറാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ. സക്കറിയ, ഞാൻ താനൊന്ന് വന്നേ പറയട്ടെ. വേണ്ട. കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്ന നിനക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് എനിക്കറിയാം. സക്കറിയ, താനെന്നെ ചതിക്കരുത്. ജോലി പോകുന്നു മാത്രമല്ല, ഞാൻ അകത്താവും. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. എന്നാലും അലക്സാണ്ടർ, ഇതെല്ലാം ചെയ്തിട്ടൊടുവിൽ ആ പാവപ്പെട്ട ഉസ്മാനെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല. കളക്ടർ വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഉസ്മാൻ ആയിരിക്കുകയില്ല ഇതിന്റെ പിന്നിലെന്ന്. സക്കറിയ, ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? താനൊന്ന് കണ്ണടച്ചാൽ ഇത്തവണ ഞങ്ങൾ രക്ഷപ്പെടും. നോ, നെവർ. എനിക്കിത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. Headquarters, I am Thomas Sakria here. മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. Come on. ആരാ? അലക്സാണ്ടറിന്റെ എവിടെ? ഇല്ല, വെളിയിൽ പോയി. വല്ലതും പറയണോ? വേണ്ട, ഞാൻ വന്ന് കണ്ടോളാം. എന്റെ ജോണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു നീ. വെക്കേഷന് വീട്ടിൽ വരുമ്പോഴും കത്തുകൾ എഴുതുമ്പോഴുമെല്ലാം അവൻ നിന്നെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. കാർ ആക്സിഡന്റിലാണ് ജോണി മരിച്ചതെന്ന് എല്ലാവരും പറയുന്നു. എന്തോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല രാമു. ഞങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിമിയെ കാണാനെന്നും പറഞ്ഞിട്ടാണ് ജോണി അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോയത്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടി തരാമെന്നും പറഞ്ഞതാ. പക്ഷേ തിരിച്ചു വരാൻ ഒരുപക്ഷെ പീറ്ററേട്ടൻ അറിയാമായിരിക്കും. സ്കൂളും ഹോസ്റ്റലും കഴിഞ്ഞാൽ ജോണി എപ്പോഴും അവിടെ ആയിരിക്കും. അയാൾക്ക് ജോണി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു.